ഗുഡ് മോർണിംഗ് സ്വന്തങ്ങളെ. ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിക്കട്ടോ. ചായ കുടിക്കാൻ പോവാം. പിന്നെന്താ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പോൾ ചായക്ക് ഗോതമ്പ് പുട്ടാട്ടോ. ഗോതമ്പ് പുട്ടും പഞ്ചസാര. നമ്മളൊക്കെ ശമ്പളക്കാരാണ് കേട്ടോ. ശമ്പളക്കാരെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ശമ്പളമായിട്ടാണ് പൈസ കിട്ടുന്നത്, അല്ലാതെ ഡെയിലി ഒന്നായിട്ട് ആ കൂലി എന്നൊന്നും പറഞ്ഞിട്ടല്ല, ശമ്പളമായിട്ടാണ് പൈസ കിട്ടുക. അപ്പോൾ ഞങ്ങൾ മാസത്തിൽ ഫസ്റ്റ് ദിവസം ഒരാഴ്ചയൊക്കെ നല്ല രാജാക്കന്മാരായിരിക്കും. ആ വീഡിയോ ഞാൻ കാണിച്ചിരുന്നുണ്ട്. രാജാവ് ഫുഡിൻ്റെ ഒക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കാണിച്ചിരുന്നുണ്ട്. നടുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്വാൻസ് ആക്കിയാൽ അത് ഒപ്പിക്കും. ലാസ്റ്റിലേക്ക് എങ്ങനെയാ അറിയോ? പിച്ചക്കാരവസ്ഥ. ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ആയിരിക്കില്ല അല്ലേ? ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ. അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡ് ജോലി, വൈഫിന് ജോലി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടില്ലേ. പക്ഷെ ഞാനിപ്പോൾ വിദ്യാർത്ഥിനിയല്ലേ, അത് കാരണം എനിക്കൊരു ജോലി ആവട്ടെ. ജോലി ആയാൽ ഒക്കെ ക്ലിയർ ആവുന്ന തോന്നുന്നു. എന്ന് വെച്ചിട്ട് ഇവൻ രാജാവ് തന്നെയാട്ടോ. എന്താ ഗോതമ്പ് പുട്ടിനൊരു കുഴപ്പമല്ലേ? പിന്നെ പുട്ടുകളിൽ എനിക്കിഷ്ടം ഗോതമ്പ് പുട്ട് തന്നെയാണ്. ഏത് സമയത്തായാലും നമ്മളെ രക്ഷിക്കുന്നത് ഗോതമ്പ് പുട്ടാണ്. പിന്നെ അതുമല്ല, ഗോതമ്പ് പുട്ടിന് സൈഡായിട്ടൊന്നുമില്ലെങ്കിലും വെറുതെ വേണ്ടേ കട്ടൻ ചായയും കൂട്ടി അടിക്കാം. മറ്റേ അരിപ്പുട്ടിന് ചിലപ്പോൾ പപ്പടം വേണം, പഴം വേണം, അല്ലെങ്കിൽ വല്ല കറി, കടലക്കറിയോ ചെറുപയർ കറിയോ അങ്ങനെ എന്തെങ്കിലും വേണം. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഇപ്പോഴത്തെ മക്കളെ നോക്കുമ്പോൾ അവർ അത് പറ്റില്ല, അത് പറ്റില്ല, ഇത് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശിയൊക്കെ പിടിക്കും. പക്ഷെ എൻ്റെ 2 മക്കളുണ്ടല്ലേ, മക്കളെ എപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെയാണ്. പക്ഷെ അത് കണ്ടറിഞ്ഞും കൊണ്ട് തന്നെ ഞാൻ പറയും ചെയ്യും, മാസത്തിൽ ഒരു ദിവസം നിങ്ങളെ ഡേ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തരുന്ന അറിയും. അതുകൊണ്ട് തന്നെ പിള്ളേരെന്താക്കും, അഡ്ജസ്റ്റ് ചെയ്യുന്ന മക്കൾ തന്നെ കേട്ടോ. പിന്നെ ശമ്പള ബേസിൽ വേറെ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ. ശമ്പളക്കാരൊക്കെ ഇങ്ങനെയാണോ ജീവിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും 1/4 ആൾക്കാർ എൻ്റെ അറിവിൽ ഇങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ചിലവരുണ്ടാവും ലോണ്, പല കാര്യത്തിലും ലോൺ ഉണ്ടാവില്ലേ. അപ്പം നമ്മളെ അക്കൗണ്ടിലേക്ക് ഇത് വന്നിക്കുന്നേ അറിയുള്ളൂ, ശമ്പളം എത്തിക്കണമെന്നേ അറിയുള്ളൂ. ഇത് 4 ഭാഗമായിട്ട് പോയിണ്ടാവും. ബാങ്ക് ലോൺ, പിന്നെ എന്താ പറയുക, ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ വണ്ടിയൊക്കെ എടുത്തവരാണെങ്കിൽ അതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവരപ്പം തന്നെ ടിഷ് എന്ന് പറഞ്ഞിട്ട് വടിച്ചെടുത്തിട്ട് ബാക്കി കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല. പിന്നെ ലക്ഷങ്ങളൊക്കെ ശമ്പളം കിട്ടുന്നവരടുത്തേക്ക് ഒന്നും പറയാനില്ല. അതൊക്കെ പിന്നെ എന്താ പറയുക, അവരുടേതായ, എന്നാലും എല്ലാവർക്കും എല്ലാവരുടേതായ പ്രശ്നം ഉണ്ടാവുന്നതാണ് എൻ്റേത്. പിന്നെ അപ്പം എൻ്റെ അവസ്ഥ പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മാസം ലാസ്റ്റ് വല്ല വിരുന്നുകാർ വരുന്നുണ്ടെന്ന് കണ്ടാൽ എനിക്ക് ടെൻഷനൊക്കെ ഏട്ടാന്ന് ഞാൻ വിളിക്കും, എന്താ കാട്ടാന്ന് ചോദിക്കും. പിന്നെ ഫസ്റ്റ് തടുക്കൊന്നും വരുന്നതായിരിക്കും കുഴപ്പമില്ല. അപ്പം ആരായാലും ഞാൻ പറയാം, മാസം ലാസ്റ്റിലേക്ക് ആരോടും ഇങ്ങോട്ട് വരരുതെന്ന് പറയണേ, നമ്മളെ കാര്യം നമ്മൾ അറിഞ്ഞാൽ പോരെ എന്നുള്ളതില്ല കേട്ടോ. പിന്നെ ഇപ്പം പിന്നെ എല്ലാവരും അറിയുന്നു, എല്ലാവരും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കല്ലേ. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ചിട്ട് നിൽക്കുന്നില്ല, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇന്ന് പിന്നെ ഇങ്ങനെ കിട്ടി. എനിക്ക് ഫുഡൊന്നും വേസ്റ്റ് ആക്കുന്ന ഇഷ്ടമൊന്നുമല്ല. മക്കളും ഏട്ടനും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഞായറാഴ്ചകൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കും. ഏട്ടനൊക്കെ ഉള്ളപ്പോൾ ഒന്നിച്ചിരുന്ന് കഴിക്കും. മറ്റേതെന്ന് വെച്ചാൽ മക്കളും ഏട്ടനൊക്കെ കഴിച്ച് ചിലപ്പോൾ അവർ മിച്ചം വെച്ചിട്ടുണ്ടാകും. അതെന്തിനാ കളയുന്നത്, എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും അല്ലേ. അന്നിപ്പം ഞാൻ അത് കഴിക്കും. തികഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതലിട്ട്. ഇന്ന് പിന്നെ എല്ലാവരും കഴിച്ചിക്കണേ. അപ്പോൾ പിന്നെ ഞാൻ പുട്ടെടുത്തിങ്ങ് പോന്നു, വേറൊരു കഷ്ണം പുട്ടിങ്ങ് എടുത്ത് പോന്നു. പുട്ടിൻ്റെ ഷേപ്പ് എന്തെങ്ങനെയെന്നൊക്കെ വിചാരിക്കേണ്ട കേട്ടോ. ഞാനിത് വേറെ ലെവൽക്കാണ് വെക്കുക, പുട്ടും കുറ്റിയിലൊന്നുമല്ല, ഞാൻ ഇഡ്ഡലിത്തട്ടിലാണ് വെക്കുക. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ചായ കുടിക്കാൻ പോന്നു. ബൈ.